ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സ് എന്ന ചാനലിലേക്ക് സ്വാഗതം. ദ ഡിപ്ലോമറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ജോൺ അബ്രാമിൻ്റെ പടം 23.24 കോടി നേടിയിട്ടുണ്ട് 9 ദിവസം കൊണ്ട് ഇന്ത്യയിൽ നിന്ന് മാത്രം. പിന്നെ ഇതേ മുരളി എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിലത്തെ ഇതേ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് 1 മില്യൺ പ്ലസ് വ്യൂസ് കഴിഞ്ഞ്. പിന്നെ ഗുഡ് ബൈ ഡഗ്ലി എന്ന് പറഞ്ഞ പടത്തിൻ്റെ ജർമ്മനിയിലത്തെ ബുക്കിംഗ് ഓപ്പൺ ആയിട്ടുണ്ട്. പിന്നെ സ്വീറ്റ് ആർട്ട് എന്ന് പറഞ്ഞ പടത്തിൻ്റെ വാസൂസ് റേജ് എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് പുറത്തിറങ്ങി. പിന്നെ SYG എന്ന് പറഞ്ഞിട്ടുള്ള പടം സംബറല AT ഗട്ടു എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിലത്തെ ശ്രീകാന്തിൻ്റെ പേര് അറിയിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആളുടെ ബർത്ത്ഡേ വിഷയതുകൊണ്ട് പോസ്റ്റ് ആക്കിയിട്ടുണ്ട്. ബ്രിട്ടീഷ് എന്ന് പറഞ്ഞ ആളുടെ പേര് കൊടുത്തിട്ടുള്ളത്. പിന്നെ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പടം നെറ്റ്ഫ്ലിക്സിലൂടെ ഏപ്രിൽ 4 പുറത്തിറങ്ങുമ്പോൾ ഒന്നുകൂടി അറിയിച്ചുകൊണ്ട് പുതിയ പോസ്റ്റർ വന്നു. പിന്നെ ജയസൂര്യയുടെ പുതിയ ഫോട്ടോസ് വന്നിട്ടുണ്ട്. ഒരു 4 നട്ടുണ്ട്, 4 ഞാൻ സ്ക്രീനിൽ എടുക്കാം. പിന്നെ ജാട്ട് എന്ന് പറഞ്ഞ പടത്തിന്റെ ട്രെയിലർ വരാൻ പോവാണ് മാർച്ച് 24 അത് 12 അറിയിച്ചിട്ടുണ്ട്. എന്തായാലും അതിന്റെ ഒരു പ്രിലൂഡ് എന്ന് വെച്ചാൽ ട്രെയിലറിന്റെ ഒരു ടീസർ പോലത്തെ സംഭവം ഇറക്കിയിട്ടുണ്ട്. പിന്നെ ഇതിലത്തെ ക്യാരക്ടർ പോസ്റ്റേഴ്സിന്റെ കുറച്ച് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. രജീന കസാൻഡ്രയുടെ പേര് ഭാരതി എന്നുള്ളതെന്ന് അറിയിച്ചിട്ടുണ്ട്. അതേമാതിരി സയമിക്കറിന്റെ പേര് വിജയലക്ഷ്മി എന്നുള്ളതെന്ന് അറിയിച്ചിട്ടുണ്ട്. പിന്നെ ജഗപതി ബാബുവിന്റെ പേര് സത്യമൂർത്തി CBI എന്നുള്ളതെന്ന് അറിയിച്ചിട്ടുണ്ട്. CBI ഓഫീസർ ആയിരിക്കാം ചിലപ്പോൾ, അതുകൊണ്ടായിരിക്കും അങ്ങനെ. പിന്നെ രമ്യകൃഷ്ണന്റെ പേര് വസുന്ധര എന്നുള്ളതെന്ന് അറിയിച്ചിട്ടുണ്ട്. പിന്നെ അഭിലാഷൻ എന്ന് പറഞ്ഞ പടം മാർച്ച് 29 റിലീസാവുന്നുള്ള അറിയിച്ചു. പിന്നെ ശേഖർ ജി പ്രൊഡക്ഷൻസ് എന്ന് പറഞ്ഞതിന്റെ പ്രൊഡക്ഷൻ നമ്പർ 1 ഫസ്റ്റ് ലുക്ക് വരാൻ പോവാണ്. അത് ഇന്ന് വിജയ് സേതുപതി 6 മണിക്ക് പുറത്തിറക്കുമെന്നുള്ള അറിയിച്ചിട്ടുണ്ട് ഫസ്റ്റ് ലുക്ക്. പിന്നെ റോബിൻഹുഡ് എന്ന് പറഞ്ഞ പ്രൊമോഷൻ ഇവന്റ്സ് ഒക്കെ നടന്നിരുന്നു. അപ്പോൾ അതിൽ നിധി വന്നിട്ടുണ്ടായിരുന്നു, ഡേവിഡ് വാർണർ വന്നിട്ടുണ്ടായിരുന്നു, ശ്രീലീല വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരൊക്കെ ഫോട്ടോസ് ഇട്ടിട്ടുണ്ട്, ഞാൻ സ്ക്രീനിൽ എടുക്കാം. പിന്നെ പടത്തിന്റെ ബുക്കിംഗ് ഓപ്പൺ ആയിട്ടുണ്ട്. പടത്തിന്റെ ട്രെയിലറും പുറത്തിറങ്ങിയിട്ടുണ്ട്. ട്രെയിലർ ഒരു കുഴപ്പമില്ലാത്ത ട്രെയിലർ ആയിട്ടൊന്നും തോന്നിയ വലിയ കാര്യമായിട്ടൊന്നും തോന്നിയില്ല. പിന്നെ പർദ്ദ എന്ന് പറഞ്ഞിടത്തിലത്തെ ആ നാറു ചിരിയുടെ എന്ന് പറഞ്ഞിട്ടുള്ള ലിറിക്കൽ വീഡിയോ പുറത്തിറങ്ങിയിട്ടുണ്ട് ഇന്നലെ 7 മണിക്ക്. പിന്നെ ഒരു വടക്കൻ പ്രണയപർവം എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിന്റെ ഒഫീഷ്യൽ ട്രെയിലർ പുറത്തിറങ്ങി. പിന്നെ അജ്ഞാതവാസി എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിലത്തെ ലവ് ആക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് വരാൻ പോവാണ് മാർച്ച് 26 രാവിലെ 11:11. അപ്പോൾ അതിന്റെ പോസ്റ്റർ വന്നു. പിന്നെ നരിവേട്ട എന്ന് പറഞ്ഞ പടത്തിലത്തെ ചേരൻ എന്ന് പറഞ്ഞ ആളുടെ പേര് R കേശവദാസ് എന്നുള്ളതെന്ന് അറിയിച്ചുകൊണ്ട് പോസ്റ്റർ ആക്കി. പിന്നെ മാഡ് സ്ക്വയർ എന്ന് പറഞ്ഞ പടത്തിന്റെ പറഞ്ഞ് 5 days to go പോസ്റ്റർ വന്നു. പിന്നെ ബസൂക്ക എന്ന് പറഞ്ഞിട്ടുള്ള മമ്മൂട്ടിയുടെ പടത്തിന്റെ നോർത്ത് അമേരിക്കയിലെ റൈറ്റ്സ് എടുത്തിരിക്കുന്നത് AFH അച്ചൈൻസ് ഫിലിം ഹൗസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊഡക്ഷൻ കമ്പനി എന്നുള്ള അറിയിച്ചു. പിന്നെ വിജയ് ദേവരകൊണ്ട് പുതിയതായിട്ട് ഒരു ഫോട്ടോ പങ്കുവച്ചിട്ടുണ്ട്. അത് കിങ്ഡം എന്ന് പറഞ്ഞ പടത്തിന്റെ ഒരു ലവ് സോങ്ങിന്റെ ഷൂട്ടിനായിട്ട് ആള് ശ്രീലങ്കക്കായിട്ടും പോയിരുന്നു. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് കിട്ടിയിട്ടുള്ള ഫോട്ടോ ആണ്. അതിന്റെ ഇടയിൽ കൂടെ ആളുടെ ഡ്രസ്സും പ്രൊമോഷൻ ചെയ്യുക എന്നുള്ളതാണ് ആളുടെ ഒരു ലക്ഷ്യം. പിന്നെ ചിയാൻ വിക്രമിന്റെ വീരധീര സൂര്യൻ എന്ന് പറഞ്ഞിട്ടുള്ള 2ാം ഭാഗം എന്ന് വെച്ചാൽ വീരധീര സൂര്യൻ പാർട്ട് 2 എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിന്റെ പ്രൊമോഷൻ ഇവന്റ് ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് 6 മണിക്ക് ഇതിന്റെ പ്രൊമോഷൻ ഇവന്റ് തിരുവനന്തപുരത്ത് വെച്ചിട്ട് ലുലുമാളിലാണ് നടക്കാൻ വന്നത്. അപ്പോൾ അതിൽ ചിയാൻ വിക്രം ഉണ്ടാവും, അതേമാതിരി SJ സൂര്യ ഉണ്ടാവും, SU അരുൺകുമാർ ഡയറക്ടർ ഉണ്ടാവും, അതേമാതിരി സുശ്ര വിജയനും സുരാജ് വെഞ്ഞാറമൂടും ഉണ്ടാവും എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. ഓൾറെഡി SJ സൂര്യ കേരളത്തിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ കുറച്ച് വീഡിയോസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു, ഞാൻ ഇതിൽ കാണിച്ചിട്ടില്ല. പിന്നെ വീരധീര സൂര്യ എന്ന് പറഞ്ഞിട്ടുള്ളത് എന്ന് വെച്ചാൽ ഇതിന്റെ തെലുങ്ക് വെർഷന്റെ ട്രെയിലർ പുറത്തിറങ്ങിയിരുന്നു. അത് 1 മില്യൺ പ്ലസ് വ്യൂസ് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ തെലുങ്ക് ട്രെയിലറിന്റെ ലോഞ്ചിന്റെ അന്ന് ചിയാൻ വിക്രമും SJ സൂര്യ എന്നിട്ടുള്ള ഫോട്ടോ കിട്ടിയിട്ടുണ്ട്. അതേമാതിരി സുശ്ര വിജയനും ചിയാൻ വിക്രമും കൂടി എന്നിട്ടുള്ള ഫോട്ടോ കിട്ടിയിട്ടുണ്ട്. രണ്ടും സ്ക്രീനിൽ എടുക്കാം. പിന്നെ പടത്തിന്റെ ബുക്കിംഗ് ഇപ്പോൾ ഓപ്പൺ ആയി തുടങ്ങിയിട്ടുണ്ട്. പടത്തിന്റെ 4 days to go പോസ്റ്റ് വന്നിട്ടുണ്ട്. നല്ല പോസ്റ്റ് ആയിട്ടാണ് തോന്നിയത്. പിന്നെ പടത്തിന്റെ ജൂക്ക് ബോക്സ് പുറത്തിറങ്ങിയിരുന്നു. അതിൽ 3ാമത്തെ പാട്ടും വന്നിട്ടുണ്ടായിരുന്നു, അയില അല്ലല്ല എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട്. അപ്പോൾ അതിന്റെ ലിറിക്കൽ വീഡിയോ പുറത്തിറങ്ങാൻ പോവാണ് ഇന്ന്. എത്ര മണിക്കാന്നുള്ള അറിയിച്ചിട്ടില്ല, എന്തായാലും പോസ്റ്റർ ഉണ്ട്, ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ ഡിയർ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞ പടത്തിന്റെ ഭാഗത്ത് ഒരു വീഡിയോ പുറത്തിറങ്ങിയിട്ടുണ്ട്. എന്തിന്റെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പടത്തിന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് പാക്കപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ റാപ്പ് ആയിട്ടുണ്ട് എന്ന് അറിയിച്ചുകൊണ്ട് വീഡിയോ ഇറക്കിയിട്ടുള്ളതാണ്. പിന്നെ ഡിറ്റക്റ്റീവ് ഉജ്ജലൻ എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിന്റെ ടീച്ചർ വരാൻ പോവാണ്. അപ്പോൾ അതിന്റെ സർട്ടിഫിക്കേഷൻ കഴിഞ്ഞിട്ടുണ്ട്. ടീച്ചറിന്റെ ഡ്യൂറേഷൻ 1 മിനിറ്റ് 39 സെക്കൻഡാണ്. എന്തായാലും ടീച്ചർ LT എമ്പുരാൻ എന്ന് പറഞ്ഞ മോഹൻലാലിന്റെ പടത്തിന്റെ കൂടെ ഉണ്ടാവും എന്നുള്ളതാണ് കേൾക്കാൻ സാധിച്ചത്. അപ്പോൾ അവർ കൺഫേം ചെയ്തിട്ടുണ്ട് എമ്പുരാനൊപ്പം ഉജ്ജലൻ എത്തുന്നു എന്നുള്ള രീതിയിൽ. എന്നുവെച്ചാൽ ടീച്ചർ അതിന്റെ കൂടെ ഉണ്ടാവും എന്നുള്ള അറിയിച്ചുകൊണ്ട്. പിന്നെ സച്ചിൻ എന്ന് പറഞ്ഞിട്ടുള്ള തലപതി വിജയുടെ പടം ഏപ്രിൽ 18 റിലീസ് ചെയ്യുന്നുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് വീണ്ടും കൺഫേം ചെയ്തുകൊണ്ട് പോസ്റ്റർ ആക്കിയിട്ടുണ്ട്. പിന്നെ തലപതി വിജയുടെ ഇനി വരാൻ പോകുന്ന പടമാണ് ജനനായകൻ എന്ന് പറഞ്ഞിട്ടുള്ള പടം. ഇതിന്റെ റിലീസ് ഡേറ്റ് മാറ്റിയിട്ടുണ്ട്, പൊങ്കലിനായിരിക്കും എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2026. ഇതുവരെ കൺഫേം ചെയ്തിട്ടൊന്നുമില്ല. എന്തായാലും ഇതിന്റെ ഒരു അനൗൺസ്മെന്റ് ഇന്ന് ഉണ്ടാവും എന്നുള്ളതാണ് കേൾക്കാൻ സാധിച്ചത്. എപ്പോഴാണെന്നുള്ള അറിയില്ല, എന്തായാലും വരുന്നുണ്ടായിരിക്കും. പിന്നെ ആസിഫ് അലി ജിസ് ജോയി വീണ്ടും ഒന്നിക്കാൻ പോവാണ്. അപ്പോൾ അതിന്റെ ഒരു അനൗൺസ്മെന്റ് ആയിരിക്കും അല്ലെങ്കിൽ ഒരു പോസ്റ്റർ ആയിട്ട് സംഭവം വന്നിട്ടുണ്ട്. പ്രൊഡക്ഷൻ നമ്പർ 5 എന്നുള്ള രീതിയിൽ അറിയിച്ചുകൊണ്ട്. ജിസ് ജോയ് ആണ് ഇതിന്റെ ഡയറക്ടർ, സ്റ്റോറി, സ്ക്രിപ്റ്റ്, ഡയലോഗ്സ് ഇത് എഴുതിയിട്ടുള്ള ബോബിയും സഞ്ജയും കൂടിയിട്ടാണ്. എന്തായാലും അറിയിച്ചുകൊണ്ടാണ് പോസ്റ്റർ ആക്കിയിട്ടുള്ളത്. പിന്നെ സിക്കന്ദർ എന്ന് പറഞ്ഞിട്ടുള്ള സൽമാൻ ഖാന്റെ പടത്തിന്റെ റിലീസ് മാർച്ച് 30 എന്നുള്ള അറിയിച്ചിട്ടുണ്ടായിരുന്നു. ട്രെയിലർ ഇന്നലെ വരും എന്നുള്ള ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടൈം ഒന്നും അറിയിച്ചില്ല, നേരെ ട്രെയിലർ ഇറക്കിയിട്ടുണ്ട്. എന്തായാലും ട്രെയിലർ ഗംഭീരമായിട്ടാണ് തോന്നിയത്. കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും കണ്ടുവെക്കുക. AR മുരുകദാസാണ് പടം എടുത്തിട്ടുള്ളത്. ലക്ഷ്മികാന്തൻ നായിക എത്തുന്നത്. പിന്നെ പ്രഭാസിന്റെ അടുത്ത് വരാൻ പോണ പടമാണ് സ്പിരിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പടം. എന്ന് വെച്ചാൽ സന്ദീപ് റെഡ്ഡി വാങ്ങ എടുക്കുന്ന പടം. ആ പടത്തിൽ പ്രഭാസിന്റെ ഏട്ടനായിട്ട് എന്ന് വെച്ചാൽ മൂത്ത ഏട്ടനായിട്ട് സഞ്ജയത്ത് ഉണ്ടാവും എന്നുള്ള രീതിയിൽ കേൾക്കുന്നുണ്ട്. എന്തായാലും ഈ പടത്തിന്റെ പൂജാ സെറിമണി ഈ മാർച്ച് 30 അടക്കം എന്നുള്ള രീതിയിലും കേൾക്കുന്നുണ്ട്. എന്തായാലും വരട്ടെ, സഞ്ജയത്തും വന്നു കഴിഞ്ഞാൽ കാസ്റ്റിംഗ് എന്തായാലും അടിപൊളിയായി. ഇനിയൊരു ഭീകര വില്ലനോടും വരട്ടെ. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സിന് കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ.